അങ്ങനെ ക്യൂ നിന്ന് ഒരു 3.5 മണിക്കൂർ നീണ്ട ക്യൂ നിന്ന് നമ്മൾ ആ മൂകാംബിക ദേവിയെ കണ്ടു. ഗൈസ്, നിങ്ങൾ പോവുകയാണെങ്കിൽ സ്പെഷ്യൽ ദർശനം എടുക്കണം. വലിയ തിരക്കില്ലെങ്കിൽ നമുക്ക് മറ്റേ ക്യൂ നിൽക്കാം. തിരക്ക് കൂടുതലാണെങ്കിൽ സ്പെഷ്യൽ ദർശനം 100 രൂപ ടിക്കറ്റ് എടുത്താൽ മതി. അതാകുമ്പോൾ 3.5 മണിക്കൂർ എന്നുള്ളൊരു 1.25 മണിക്കൂറിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ മഹാലക്ഷ്മി റെസ്റ്റോറൻറ്റ്, വെജ് റെസ്റ്റോറൻ്റാണ്. അത് അത്രയും നല്ല റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവിടെ നമുക്ക് ഊണുണ്ട്. ഊണ് നമുക്ക് ഇഷ്ടപ്പെടില്ല, മറ്റേ കർണാടക ആ ടൈപ്പ് ഊണാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ബോയിൽഡ് റൈസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി കുറച്ച് വിശ്രമിച്ചപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് താഴെ ഹോട്ടൽ റിസപ്ഷനിൽ പോയി ചോദിച്ചു, ഒരു വണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുമോ മുരുടേശ്വരം പോകാനൊന്ന്. അങ്ങനെ അപ്പോൾ ഞങ്ങളൊരു 6 പേരുണ്ടായിരുന്നു വിത്ത് പാർട്ടി. അവരൊരു 3500 രൂപ ക്യാബിന് ചോദിച്ചു. ക്യാബല്ല, മീൻസ് ആ വണ്ടിക്ക് ചോദിച്ചു, കാറിന്. അങ്ങനെ നമ്മൾ 3500 രൂപ, പറയുടെ എക്സ്പെൻസ് 500 ആവുന്നുള്ളൂ. അപ്പം മുരുടേശ്വരം പോകാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ മുരുടേശ്വരം പോയി. മുരുടേശ്വരം പോകുമ്പോഴത്തേക്ക് അവിടെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ശിവൻ്റെ ഒരു പ്രതിമ ഉണ്ടല്ലോ, അതും പിന്നെ അത് കഴിഞ്ഞിട്ട് ശിവഗോപുരം, നമ്മൾ ആ ഫസ്റ്റ് കാണുന്ന ഗോപുരം അത്. പക്ഷെ ഞങ്ങൾ രണ്ടിടത്തും കയറിയില്ല. വി വേ ടയേർഡ്. ആ ക്യൂ നിന്നതിന് നമ്മൾ ടയേർഡായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ മാത്രമേ കയറി തൊഴുതോളൂ. വേറെ അവിടെ ഗോപുരത്തിലൊക്കെ പോകണം, അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഇനി ക്യൂ നിൽക്കാനുള്ള ത്രാണിയില്ല. അപ്പോൾ ഇനി ഒരിക്കൽ മൂകാംബിക എന്തായാലും ഞങ്ങൾ വരും. ഇപ്പോഴല്ല, ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരും എന്ന് ആണ്. അപ്പം കയറാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി എന്താ പറയുക, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. നവീന റെസിഡൻസി. ജീവനിൽ കൊതിയുള്ളവരൊന്നും അവിടെ പോകരുത് ഗൈസ്, പോകരുത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഈ ഗോപുരവും കാണാൻ പറ്റും, ശിവൻ്റെ ഒരു പ്രതിമയും കാണാൻ പറ്റും. ഇതിനൊക്കെ വേറെ എൻട്രിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തിലാണ്. ഈ ഒരു വ്യൂ ഭയങ്കര സൂത്തിങ്ങും പീസ്ഫുള്ളുമാണ്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് അമ്പലങ്ങളിൽ അങ്ങനെ പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പോകും, പ്രാർത്ഥിക്കും, വരും. പക്ഷേ ഇപ്പോൾ എന്തോ പ്രായമായതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അമ്പലം ഗിവ്സ് മീ പീസ്. എനിക്കൊരു സമാധാനമാണ് ആ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് പാർത്തിക്കുട്ടന് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞു. ഇത് നമ്മളിതാ ഈ വൃത്തികെട്ട സമൂസ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന വൃത്തികെട്ട സമൂസയാണ്. ഈ ചായ എന്ന് പറയുന്നത് എനിക്കൊന്ന് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച ചായയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് ചമ്മന്തിക്കകത്ത് ഈച്ച വീണ് കിടക്കുക. എന്നിട്ട് ആ വെയിറ്റർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ഈച്ച വീണ് കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരുമാതിരി പുച്ഛിച്ചിട്ട് അങ്ങ് പോയി. ഇത് എൻ്റെ അനിയത്തി ഓർഡർ ചെയ്ത ഷേക്കാണ്. അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ സാധാ കുടിക്കുന്ന ഷേക്ക് പോലെയൊന്നും വരത്തില്ല. അപ്പോൾ പാർത്തിക്കുട്ടന് ബീച്ചിലിറങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം ഒരു സൈഡിൽ ഇറങ്ങിയപ്പോൾ അവിടെ പോലീസ്, എനിക്കൊന്ന് മഴയായിട്ടുണ്ടെന്ന് തോന്നുന്നു, പോലീസ് പറഞ്ഞ് പറ്റത്തില്ല. അപ്പം ഞങ്ങൾ അവിടെ ദൂരെ നോക്കിയപ്പോൾ കുറേ പേര് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് അവസാനം എന്താ ബീച്ചിലോട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവന് കാല് നനയ്ക്കണം. എന്ത് ഭ്രാന്താണെന്ന്, ഇവൻ ബീച്ച് കാണാത്ത പോലെ. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, കാല് മാത്രം നനയ്ക്കാമെന്ന്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടും. ആ ഒരു വ്യൂ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നടന്നു പോയതിൽ ഈ ഒരു വ്യൂ കിട്ടിയപ്പോൾ കുറച്ച് സന്തോഷം തോന്നി. അവന് കാല് നനയ്ക്കാൻ പറ്റി. പക്ഷെ അവൻ കാല് നനച്ചതും പോലീസ് വീണ്ടും വന്ന് പറഞ്ഞു എല്ലാവരെയും ഓടിച്ചു വിടുന്നുണ്ടായിരുന്നു, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, വരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് കാറിൽ കയറി നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ട് ശാപമായി ഗൈസ്. രാവിലെ ക്യൂ നിന്ന് പിന്നെ യാത്ര. ഞങ്ങൾ നീളക്കുട്ടിയെ കൊണ്ടുപോയില്ല കേട്ടോ, വെറുതെ എന്തിനാണ് അവളെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു. അവൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവൾ കിടന്നുറങ്ങുമായിരുന്നു.